ഹായ് കൂട്ടുകാരെ, ഇന്ന് കടയിൽ പോയപ്പോൾ മേടിച്ച കുറച്ച് സാധനങ്ങൾ കണ്ടാലോ? ക്രാഫ്റ്റിൻ്റെ. ഞാൻ നളന്തേന്നാണ് മേടിച്ചത്. എന്തൊക്കെയാ മേടിച്ചത് നമുക്ക് കണ്ടാലോ? ആദ്യം മേടിച്ചത് കുറച്ച് കളർ പേപ്പറുകളാണ്. ഇത് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ പല കളറുകളാണ് ഉള്ളത്. ഇതിന് ഏകദേശം 100 രൂപേൻ്റെ അടുത്താണ് ആയത്. ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട്. 100 കളറാണ് ഉള്ളത്. ഇതിൽ ഒരെണ്ണം 10 വീതമാണെന്നാണ് തോന്നുന്നത്. ഞാൻ കറക്റ്റായിട്ട് എണ്ണി നോക്കിയിട്ടില്ല. നമുക്ക് ഒരെണ്ണം എടുത്തു നോക്കിയാലോ? ഇതിനൊരു A4 ഷീറ്റിൻ്റെ വലിപ്പമാണ് ഉള്ളത്. ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത്. കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്നൊന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതിന് ഇത്ര വലിപ്പമാണ് ഉള്ളത്. ഇതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ക്രാഫ്റ്റുകൾ, ഫ്ലവേഴ്സ്, ബൊക്കെ, പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുകൊണ്ടുള്ള കുറേ വീഡിയോസ് നമുക്കിനി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് എന്താ മേടിച്ചത് നമുക്ക് നോക്കിയാലോ? ഇത് ഗ്രീൻ കളറിലുള്ള ഒരു സെല്ലോ ടേപ്പാണ്. ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വെറുതെ കണ്ട് ഒരു ഭംഗി തോന്നിയപ്പോൾ എടുത്താണ്. പിന്നെ ഞാനൊരു സിസേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതിന് 30 രൂപ അങ്ങനെ എന്താണ് ആയത്. പിന്നെ മേടിച്ചത് ഒരു കളറാണ്. ഇതൊരു പിങ്ക് കളറാണ്, റോസ്. പിന്നെ മേടിച്ചിരിക്കുന്നത് ഗ്രീൻ കളർ ടേപ്പാണ്. ഇത് നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ തണ്ടിനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ മേടിച്ചേക്കണേ. ഇങ്ങനത്തെ മൊത്തം 4 എണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് തീർന്നു പോകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം മേടിച്ചത്. പിന്നെ വേറൊരു കളറും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട്. റെഡ് കളറാണ് ഞാൻ പിന്നെ മേടിച്ചത്. ഇതുകൊണ്ട് നമുക്ക് പല രീതിക്കുള്ള പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാം. എൻ്റെ കയ്യിൽ റെഡും ഈ റോസ് കളർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. അടുത്തത് ഞാൻ മേടിച്ചത് ഒരു ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പറും കൊണ്ടുള്ള പലതരത്തിലുള്ള ഫ്ലവേഴ്സ് മേക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമുക്കും ഇങ്ങനത്തെ ഫ്ലവേഴ്സും അങ്ങനത്തെ കാര്യങ്ങൾ കുറേ നമുക്കും ചെയ്യാം. പിന്നെ മേടിച്ചത് ഈ ചെറിയ നൂൽക്കമ്പിയാണ്. ഇത് നമുക്ക് ഫ്ലവേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത്ര സാധനങ്ങളാണ് ഞാൻ മേടിച്ചത്. ഞാൻ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് സിബും കൂടെ മേടിച്ചിട്ടുണ്ട്. ഇത്രയും കളറുകളാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. എല്ലെണ്ണം രണ്ടെണ്ണം വെച്ച് മേടിച്ചിട്ടുണ്ട്. പിന്നെ മേടിച്ചത് ഈ ക്ലേ ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവുമല്ലോ. ഇതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ക്രാഫ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇതിൽ ഒരു പാക്കറ്റിൽ നമുക്ക് എത്രണ്ണം വരുന്നുണ്ടെന്ന് നോക്കിയാലോ? 1 2 3 4 5 6 7 8 9 10 12 എണ്ണമാണ് ഈ ഒരു പാക്കറ്റിൽ നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് കുറേ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിങ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുറേ ടൂള് ഇതിൽ വരുന്നുണ്ട്. അവസാനമായിട്ട് മേടിച്ചത് ഗിൽറ്റർ പേപ്പറാണ്.
ഇതിൻ്റെ പാക്കറ്റിൻ്റെ ഫ്രണ്ടിൽ 200 സംതിങ് രൂപയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ മേടിച്ചപ്പോൾ ഇതിന് 100 സംതിങ് എത്രയേ ആയിട്ടുള്ളൂ, കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇതിൽ 10 കളേഴ്സാണ് ഉള്ളത്. ഇത് സ്റ്റിക്കർ ടൈപ്പാണ് കേട്ടോ. ഇത്രയും കളറുകളാണ് ഇതിലുള്ളത്. കാണാൻ തന്നെ എന്ത് ഭംഗിയാ. ഞാനൊന്ന് എടുത്ത് കാണിക്കാം. ഈ ഗ്രീൻ കളറാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇലയായിട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.